നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രമാണുള്ളത്. ഇടതു വലതു മുന്നണികളെല്ലാം കൂടെ ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിൽ ഇപ്പോഴും പ്രതിസന്ധി തുടരുകയാണ്. സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായിട്ട് പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല. എംപിമാർ മത്സരിക്കണമോ എന്നുള്ള കാര്യത്തിലാണ് നിലവിലത്തെ പ്രതിസന്ധി തുടരുന്നത്. കേരളത്തിൽ മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ടു ചർച്ചകൾ തുടരുകയാണ്. അതിനകത്ത് പ്രധാന രണ്ട് നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ മത്സരിക്കാൻ ആഗ്രഹമായിട്ടുള്ള കെ സുധാകരനും കോന്നിയിൽ മത്സരിക്കാനുള്ള ആഗ്രഹമായിട്ട് അടൂർ പ്രകാശുമാണുള്ളത്. ഈ നിലവിലത്തെ സാഹചര്യമാണ് കോൺഗ്രസിനെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായിട്ടും വൈകിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യം നമ്മൾ എത്രത്തോളം നമ്മളെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ തിരിച്ചടിയാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ എംപിമാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലായിരുന്നു ഹൈക്കമാൻഡ് ആദ്യം ഉണ്ടായിരുന്നത്. ആദ്യ തീരുമാനം അതായിരുന്നു. സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതും ഇതാണ്. പക്ഷേ സുധാകരൻ അടക്കമുള്ളവരുടെ കടുംപിടുത്തം ഇവിടെ സംസ്ഥാന നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ചർച്ച ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തെ എത്രത്തോളം നമുക്ക് നോക്കിക്കാണാൻ പറ്റും? ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നാൽ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞത്. അത് ആദ്യം പറഞ്ഞത് പുതിയ യാത്ര കേരളത്തിന് അദ്ദേഹത്തിൻ്റെ യാത്ര കഴിയുമ്പോഴേക്ക് പ്രഖ്യാപിക്കുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ സാധാരണ ചെയ്യുന്നത് തന്നെ വാക്കുകൾ മാറ്റി മാറ്റി പറയുകയാണ്. ലാസ്റ്റ് 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആദ്യ പട്ടിക തന്നെ വന്നത്. പിന്നീട് ഈ പറഞ്ഞ 2 എംപിമാരുടെ കേസിലാണ് ഇങ്ങനെ തൂങ്ങിക്കിടന്നത്. അതായത് തീരുമാനമാവേണ്ടി വന്നത്. 2 എംപിമാരെല്ലാം 3 എംപിമാരുടെ ഉണ്ടായിരുന്നു. എം കെ രാഘവൻ എലത്തൂർ സീറ്റിലും താല്പര്യമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ആദ്യ പട്ടികയിൽ തന്നെ എലത്തൂരിൽ വിദ്യാഭ്യാസ സ്ഥാനാർത്ഥിയാക്കിയതോടെ അതവിടെ കഴിഞ്ഞു. മറ്റ് 2 സീറ്റുകളിലാണ് പിന്നെയും ആശയക്കുഴപ്പം തുടർന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള ആദ്യം തന്നെ പറയുന്നുണ്ട്, ആ 2 സ്ഥാനാർത്ഥികളെ 2 മണ്ഡല സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച പ്രശ്നം തീരും, അല്ലെങ്കിൽ അത് പെട്ടെന്നൊരു തീരുമാനമാക്കിയ പ്രശ്നം തീരുമല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് തയ്യാറായില്ല. ഇങ്ങനെ പറയുമ്പോഴും ഇതിൽ ഏറ്റവും വലിയ കാര്യം ഈ 3 എംപിമാർ, അതായത് പിന്നെ എം കെ രാഘവൻ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ എം കെ രാഘവനും കെ സുധാകരനും അടൂർ പ്രകാശും ചോദിച്ചത് സിറ്റിംഗ് സീറ്റുകളല്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് LDFിൻ്റെ കയ്യിലുള്ള സീറ്റ്. കണ്ണൂരിൽ കടന്നപ്പള്ളി രാമേന്ദ്രനാണ് MLA, കോന്നിയിൽ ജനീഷാണ് MLA, ആത്തൂരിൽ AK ശശീന്ദ്രനാണ് MLA. ഒരു CPM 2 ഘടകകക്ഷികളായാലും 3 LDFിൻ്റെ സീറ്റുകളാണ് ഇവർ ചോദിച്ചത്. ഈ നേതാക്കൾ ഇവിടെ മത്സരിച്ച് ജയിക്കുമെങ്കിൽ ആ സീറ്റ് കൊടുക്കാൻ എന്താണ് UDFന് ഇത്ര തടസ്സം മനസ്സിലാവുന്നില്ല. ഒരു പ്രശ്നം, പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ ഉണ്ട്. എംപിമാർ മത്സരിക്കുന്നു പറയുമ്പം ഒരു ഉപതെരഞ്ഞെടുപ്പിലെ സാധ്യത വരും. അവർ ജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഈ VD സതീശൻ എന്നൊരു നേതാവ് പറയുന്നത് 100 സീറ്റുമായിട്ട് അധികാരത്തിൽ വരുന്നതാണ്. അങ്ങനെ 100 സീറ്റ് എന്ന അധികാരമായിട്ട് ഇവർ പിടിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഓരോ സീറ്റിലും പോസിബിലിറ്റി സ്ഥാനാർത്ഥികളെ നോക്കേണ്ടത്. സുധാകരൻ മത്സരിച്ചാൽ കണ്ണൂർ കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നു. താൻ മത്സരിച്ചാൽ കോന്നി കിട്ടും അടൂർ പ്രകാശം പറയുന്നു. ഈ 2 സീറ്റുകൾ എന്നാൽ അവർ ആ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാമല്ലോ. ഈ പറഞ്ഞ ജയിക്കില്ല എന്നാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അവിടെ വേറെ പ്രശ്നമുണ്ട്. ഈ 2 സീറ്റ് കൊടുക്കുമ്പോൾ ബാക്കി എംപിമാരിൽ ഈ 18 ആളിൽ എല്ലാവരും കൂടെ കയറും പൊട്ടിച്ച് വരും. എല്ലാവർക്കും വേണ്ടി ഒരു സീറ്റ്, നമുക്കിത് വേണം എന്നുള്ള പ്രശ്നം വരും. അതിൽ ഉണ്ണിത്താൻ മാത്രമാണ് നമ്മൾ മത്സരിക്കാനില്ല, ഞാൻ 7 MLA ചേർന്നൊരു MPയുടെ ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തമായ സ്ഥാനം എടുത്ത് ബാക്കി ആരും ഇപ്പോൾ ഇവിടെ മത്സരിക്കാൻ അവസരം കിട്ടിയാൽ മത്സരിക്കാതിരിക്കുന്നതൊന്നുമില്ല. ആ ഒരു പ്രശ്നമുണ്ട്. അത് മുന്നിൽ കണ്ടിട്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഹൈക്കമാൻഡ് തീരുമാനം മാറ്റി വെച്ചത്. പക്ഷേ അവിടത്തേക്ക് ഈ ഒരു ഘടകം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. എനിക്കിപ്പോഴും തോന്നുന്നത് ഇവർക്ക് മത്സരിച്ചാൽ ജയിക്കുന്ന ഉറപ്പുള്ള സീറ്റുകളാണെങ്കിൽ നമ്മളീ പറഞ്ഞാൽ തന്നെ കണ്ണൂരിൽ കടന്നപ്പള്ളി രാമേന്ദ്രൻ കെ സുധാകരനോട് മത്സരമെങ്കിൽ കെ സുധാകരൻ വിശ്വാസം ഇല്ലാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നേരത്തെ അദ്ദേഹം MP ആയിരുന്നു. കഴിഞ്ഞ 2 തവണയായിട്ടാണ് LDF സീറ്റ് പിടിച്ചെടുത്തത്. കോന്നി നമുക്കറിയാം, അത് അടൂർ പ്രാവശ്യം പിന്നെ UDFിൻ്റെ കയ്യിലുള്ള സീറ്റായിരുന്നു. ജനീഷ് കുമാറാണ് പിടിച്ചെടുത്തത്. അപ്പോൾ ഇവരെ കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇവർ പാർലമെന്റിലേക്ക് പോയപ്പോഴാണ് സീറ്റ് നഷ്ടപ്പെട്ടത് കോന്നിയൊക്കെ. ഇവരെ കൊണ്ട് പിടിച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ എന്താണ് തടസ്സമാണ്. അങ്ങനെ വരുമ്പോഴാണ് രണ്ടാമത്തെ ഘടകം വരുന്നത്. ഇവർ ജയിച്ചു വന്നാൽ ഇനി UDFന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ VD സതീശൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള നോട്ടത്തിന് ഇതൊക്കെ തിരിച്ചടിയായി മാറും. ഇവരെല്ലാവരും മുഖ്യമന്ത്രി കസേര എന്ന് മാത്രമല്ല മന്ത്രിസഭയിൽ തന്നെ ആയാൽ തന്നെ പ്രധാന വകുപ്പുകൾ വഹിക്കാൻ കെൽപ്പുള്ളവരാണ്. കെ സുധാകരൻ കണ്ണൂരിൽ മുൻ KPCC പ്രസിഡന്റ്, UDF കൺവീനർ അടൂർ പ്രകാശ്. അപ്പം ആ ഭീഷണി അവിടെ ഒഴിവാക്കാൻ വേണ്ടി, അവിടത്തേക്ക് ഇത് എത്തിക്കാതിരിക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ ശ്രമം നടത്തിയത്, ഇത്രയും ഡിലേ വരുത്തിയെന്നാണ് സംശയം വരുന്നത്. ഇപ്പം ലിജിൻ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് കുറച്ച് ഘടകങ്ങളുണ്ട്. അതായത് VD സതീശൻ അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ട്. അത് അദ്ദേഹം തുറന്നു പറയുന്നില്ല. അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ തീരുമാനം, മുൻ തീരുമാനം, അല്ലെ നിലവിലത്തെ തീരുമാനം എന്നുള്ളൊരു സ്റ്റാൻഡിലാണ് ഇപ്പോഴുള്ളത്. പക്ഷേ സുധാകരൻ്റെ ലക്ഷ്യം നമുക്കറിയാം. സുധാകരൻ്റെ ഏറ്റവും ആഗ്രഹിച്ച ഇപ്പം നിലവിൽ ആഗ്രഹം കണ്ണൂരിൽ നിന്ന് നിയമസഭയിലെത്തുക. നിയമസഭയിൽ വെറുതെ എത്താൻ താല്പര്യം ഒരു മന്ത്രിസ്ഥാനമായിരിക്കും ഉദ്ദേശിച്ചത്. ആഭ്യന്തര വകുപ്പ് തന്നെ ചോദിക്കും. ചിലപ്പോൾ വേണ്ടി വന്ന മുഖ്യമന്ത്രി സ്ഥാനം വരെ നിലവിലെ അവസ്ഥ തോന്നുന്നില്ല. ഇപ്പൊ പാർട്ടിയിൽ തന്നെ അവസ്ഥ എന്നാണ് സുധാകരൻ മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കണ്ണൂർ സിംഹത്തിന്റെ ചില വ്യത്യസ്ത ഭാവങ്ങൾ നമ്മൾ കാണേണ്ടി വന്നിട്ടുണ്ട്. സുധാകരന്റെ കാര്യം പറഞ്ഞാൽ സുധാകർ തീർച്ചയായിട്ടും മന്ത്രിസ്ഥാനം ആഭ്യന്തരം തീർച്ചയായിട്ടും ചോദിച്ചേക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് സതീശനും സുധാകരനും തമ്മിലുള്ള പ്രശ്നം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കാതിരിക്കേണ്ടാണ് സുധാകരനെ മാറ്റുന്നു, പകരം സണ്ണി ജോസഫിനെ കൊണ്ടിരുന്നു. അങ്ങനെ ഒരു സാധ്യത അഥവാ ഇപ്പം ലിജിൻ പറഞ്ഞാൽ അഥവാ ജയിച്ച് സംസ്ഥാന ഭൂരിപക്ഷം ജയിക്കുകയാണെങ്കിൽ ഈ നിലവിൽ വേറൊരു പ്രശ്നത്തിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. അല്ല, അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ മുഖ്യമന്ത്രി
വി ഡി സതീശന് ലഭിച്ചിരിക്കട്ടെ. അത് ഇവർ പറഞ്ഞ തന്നെ MLA-മാരാണ് തീരുമാനിക്കേണ്ടത്. പ്രതിപക്ഷ കഴിഞ്ഞ ദിവസം തീരുമാനിച്ച പോലെ തന്നെ MLA-മാർ വി ഡി സതീശനെ മുഖ്യമന്ത്രി എത്തിക്കട്ടെ. ആഭ്യന്തര വകുപ്പിലേക്ക് ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ഒരു പ്രധാന വകുപ്പിലേക്ക് കെ സുധാകരൻ വരുന്നു, അടൂർ പ്രകാശ് വരുന്നു. ഇവരൊക്കെ ഈ ഒരു പവർ ഹൗസുകൾ UDF-ലെ കോൺഗ്രസിലെ പവർ ഹൗസുകൾ ഇങ്ങനെ അധിക മന്ത്രിസഭയിൽ വന്നാൽ അവിടെ പിന്നെ മന്ത്രിസഭയുടെ ഐക്യത്തെയും ബാധിക്കും. ഇവർ ഓരോ തീരുമാനം എടുക്കുമ്പോൾ ചോദ്യം ചെയ്യാനും സുധാകരൻ സതീശനുണ്ടാവും. നമുക്കറിയാം സാസു സഖ്യതൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യം ഒരു സെമി കേഡറാക്കാൻ വേണ്ടി ശ്രമിച്ചു, നല്ല ഐക്യത്തോടാണെന്ന് പറഞ്ഞത് നമ്മൾ പലപ്പോഴും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്ത് ഉൾപ്പെടെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഐക്യം എത്രത്തോളം ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മന്ത്രിസഭയിലേക്ക് എത്തിയാൽ മന്ത്രിസഭയിൽ അടി തുടരും. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അത് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് പോകും. കാരണം ഈ 2 വർഷം LDF ഭരിച്ച് ഇവരൊരു അധികാരത്തിൽ എത്തുകയാണെങ്കിൽ, ഇപ്പോഴും നമ്മൾ എത്തുകയാണെങ്കിൽ പറഞ്ഞുള്ളൂ, അതിലുള്ള സാധ്യതകൾ ഇപ്പോൾ കണ്ടറിയേണ്ടതുണ്ട്. അങ്ങനെ എത്തുകയാണെങ്കിൽ ആ മന്ത്രിസഭയിൽ ഇവർ തമ്മിൽ പ്രശ്നമായി കഴിഞ്ഞാൽ അത് ഒരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്നതിലേക്ക് പോകും. അതൊക്കെ കണ്ടിട്ടായിരിക്കാം സതീശൻ നേരത്തെ തന്നെ മത്സരത്തിലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സതീശനല്ലേ ഇപ്പൊ നിലവിൽ സുധാകരനോട് സംസാരിക്കുന്ന രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലുമാണ്. ഈ വിഷയത്തിലെ സുധാകരന്റെ മത്സര താല്പര്യത്തിൽ ഇതൊരു ഏറ്റവും വലിയ ഒരു ക്ലാരിറ്റി വരുത്തി സംസാരിക്കാൻ VD സതീശൻ തയ്യാറായിട്ടില്ല. പക്ഷേ ചെന്നിത്തല സംസാരിക്കുന്നുണ്ട്, KC വേണുഗോപാൽ സംസാരിക്കുന്നുണ്ട്, ഇന്നും കൂടെ പറയുന്നുണ്ട് സുധാകരനോട് സംസാരിക്കുന്നുണ്ട്, സംസാര ചർച്ചകൾ തുടരുകയെന്ന് പറയുന്നത്. അപ്പൊ നിലവിൽ ഹൈക്കമാൻഡിന്റെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന തീരുമാനം ചിലപ്പോൾ സുധാകരൻ മത്സരിപ്പിക്കാനുള്ള സാധ്യത സുധാകരൻ ഇപ്പൊ പറഞ്ഞാൽ പിന്നെ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്, വലിയ സമ്മർദ്ദം വരുത്തുന്നുണ്ട്. പക്ഷേ സുധാകരൻ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ലിജിൻ പറഞ്ഞുള്ള പ്രതിസന്ധിയിലേക്കുള്ള പോകും. അഥവാ ഒരു ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥ വലിയ പ്രതിസന്ധി. ഇപ്പൊ 2 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ ഇവര് കീറാമുട്ടിയായിട്ട് നിൽക്കുമ്പോൾ അഥവാ ഭൂരിപക്ഷം കിട്ടിയാലുള്ള ഒരു അവസ്ഥ നോക്കുക, അതാണ് ഇതിലും വലിയ പ്രതിസന്ധിയായിട്ട് വരിക. പക്ഷെ ഇവിടെ ഈ സണ്ണി ജോസഫ് നേരിടുന്ന പ്രശ്നം വെച്ചാൽ പേരാവൂരിൽ സുധാകരന് അനുകൂലമായിട്ട് ഫ്ലെക്സുകളും പോസ്റ്ററുകളും വ്യാപകമാകും. പെടുന്നത് സണ്ണി ജോസഫാണ്. ഏറ്റവും വലിയ കേസ് പറഞ്ഞാൽ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആന്റണി, സണ്ണി ജോസഫ്, ഈ 2 പേരുകളായിരുന്നു വന്നത്. അതിൽ സുധാകരന്റെ പിന്തുണ ലഭിച്ചതാണ് സണ്ണി ജോസഫ് പിന്നെ KPCC പ്രസിഡന്റായി വന്നത്. അദ്ദേഹം ഇപ്പം MLA മത്സരിക്കുന്ന സമയത്ത് എന്താ വന്നാലും ഇപ്പോൾ തീരുമാനമായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു KPCC പ്രസിഡന്റ് ചുമതല വേറെ ആക്കി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ ശൈലജ മത്സരിക്കുന്നത് അദ്ദേഹത്തിന് ആ മണ്ഡലം വിട്ട് അധികം വലിയൊരു KPCC പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിൽ മൊത്തത്തിൽ പ്രചരണം നടത്താനുള്ള ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ല. കാരണം മണ്ഡലത്തിൽ ടൈറ്റ് മത്സരമാണ് വരുന്നത്. ശൈലജ ടീച്ചർ തന്നെ ഒരു പോരാട്ടം അവിടെ നടത്തും. അപ്പം അങ്ങനെ പോകാൻ വേണ്ടി പറ്റില്ല. ഇനി അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ഒരു മന്ത്രി ഉറപ്പാണ്. KPCC പ്രസിഡന്റ് ആണല്ലോ വരുന്നത്, മന്ത്രി പദവി ഉറപ്പാണ്. മന്ത്രിയായിട്ട് അദ്ദേഹം സഭയിലെത്തുമ്പോൾ KPCC പ്രസിഡന്റ് മാറ്റും. ഇനി അദ്ദേഹം ശൈലജ ടീച്ചർ തോറ്റാലും ഈ പറഞ്ഞ പ്രശ്നമുണ്ടാകും, അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് നഷ്ടപ്പെടും. ഒരു ഷോർട്ട് ടൈമിൽ മാത്രം കിട്ടിയ അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് അത് എന്ത് വന്നാലും KPCC പ്രസിഡന്റ് ഉണ്ടാവില്ല. അധികാരം ലഭിച്ചാൽ മന്ത്രിയായിരിക്കും, അധികാരം ലഭിച്ചില്ലെങ്കിൽ പിന്നെ ഒരു MLA ഇല്ല, ഒരു പ്രവർത്തനമായിട്ട് നിൽക്കേണ്ടി വരും. ആ സമയത്ത് ഇദ്ദേഹം നേരിടേണ്ടി വരുന്നത് സുധാകരനെയാണ്. കണ്ണൂരിൽ നിന്ന് സുധാകരന്റെ ഹോൾഡ് അത് മറ്റാരെക്കാളും സണ്ണി ജോസഫ് അറിയാം. സണ്ണി ജോസഫ് എന്നാലും സുധാകരന്റെ ഒരു വിശ്വസ്തനായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ആ അവസ്ഥയിൽ സുധാകരനെ ഇപ്പം തള്ളാനോ കൊള്ളാനോ പറ്റുന്ന അവസ്ഥയിലാണ് സണ്ണി ജോസഫ് ഉള്ളത്. സണ്ണി ജോസഫ് ഇപ്പോൾ സുധാകരന് സീറ്റ് കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ തിരിച്ചു പോകേണ്ടത് ഈ മണ്ഡലത്തിലാണ്. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ ഇപ്പോൾ സുധാകരൻ പറയുന്നത് പിന്നെ സീറ്റിന് വേണ്ടി പറഞ്ഞത് താൻ മത്സരിക്കുകയാണെങ്കിൽ കണ്ണൂർ സീറ്റ് മാത്രമല്ല ജില്ലയിൽ ഉൾപ്പെടെ ഒരു വികാരം ഉണ്ടാവുന്നത്. അതൊരിക്കലും തെറ്റല്ല. ഈ പറഞ്ഞ പോലെ സുധാകരൻ ഇപ്പോൾ മത്സരിക്കുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ സണ്ണി ജോസഫിന് വലിയ തിരിച്ചടിയാവും. അവിടെ ഈ മണ്ഡലത്തിൽ ഇപ്പോൾ ഫ്ലെക്സുകൾ അത് വെറുതെ വരുന്നതല്ല. സുധാകരൻ അവിടെ എന്തായാലും ഒരു സ്വാധീനമുണ്ട്. കണ്ണൂരിൽ കോൺഗ്രസിൽ സ്വാധീനമുള്ള നേതാവ് തന്നെയാണ്. അല്ല, അത് സണ്ണി ജോസഫിന് അറിയാം. സണ്ണി ജോസഫിന് മാത്രമല്ല കണ്ണൂരിലെ ഏതൊരു കോൺഗ്രസ് നേതാവിനും അറിയാം സുധാകരൻ ഇവിടെ എത്രത്തോളം ഹോൾഡ് ഉണ്ടെന്ന്. കണ്ണൂരിന് പുറത്തുള്ള സ്ഥലങ്ങൾക്കും അദ്ദേഹത്തിന് ഒരു ഇതുണ്ടെങ്കിൽ കൂടി ഇപ്പം പ്രസിഡന്റ് പദവി തന്നെ കുറേയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിൽ അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു ഹോൾഡ് ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പം ഈ മത്സരത്തിൽ സുധാകരൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ആ സണ്ണി ജോസഫ് ഉൾപ്പെടെ തിരിച്ചടിയാവും. അദ്ദേഹത്തിന് തോൽവിയിലേക്ക് ചിലപ്പോൾ നയിച്ചേക്കാം. അതുകൊണ്ടാണ് സണ്ണി ജോസഫ് ഇപ്പം KPCC പ്രസിഡന്റ് നിലയിൽ ഒരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല, എന്നാൽ അതൊന്നും ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. അതാണ് ഇവിടെ വരുന്നത്. ഈ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെല്ലാം ഈ കസേരയിലേക്ക് കണ്ടുണ്ടാവും. മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്രത്തോളം കണ്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ സതീശൻ ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരൊക്കെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ജയിക്കാൻ വേണ്ടി ജയിച്ചു വന്ന് സുഖമായിട്ട് കയറും. പക്ഷേ ഞാൻ കാണുന്നത് ഇപ്പോഴും പറഞ്ഞത് ഇപ്പം അവർ പറയുന്നുണ്ട് ജയിച്ചു കഴിഞ്ഞാലല്ലേ മുഖ്യമന്ത്രി ചെന്നിത്തലയും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് അധികാരം കിട്ടിയാലേ മുഖ്യമന്ത്രി ആകാൻ പറ്റും, അതുകൊണ്ട് ഓരോ സീറ്റും പിടിക്കണമെന്ന്. അങ്ങനെ ഓരോ സീറ്റും പിടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമുള്ളെങ്കിൽ ഇവർക്ക് ഇപ്പം ഈ പറഞ്ഞ കണ്ണൂരിലേക്ക് വേറെ ആര് വന്നാലും ചിലപ്പോൾ ആ സീറ്റ് അത്ര സംശയമാണ്. സുധാകരൻ വന്നാൽ ഒരു 80%, 60% അവർക്ക് ജയ സാധ്യതയുണ്ട്. അപ്പം പിന്നെ അത് അങ്ങ് കൊടുത്തിട്ട് അങ്ങ് തീർക്കുമല്ലേ. പക്ഷെ വേറെ ഘടകം ഇത് പറയുമ്പോൾ തന്നെ പറയണം, യുവ നേതാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരേ നേതാക്കൾ മത്സരിക്കേണ്ടതില്ല. യുവത്വത്തിന് പരിഗണന ലഭിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ആൾക്ക് സ്ഥാനം കൊടുക്കാം. ഇനി അങ്ങനെ ഇപ്പോൾ നിയമസഭയിലേക്ക് ജയിച്ചേ പറ്റുന്നതാണെങ്കിൽ ഈ മാസങ്ങൾക്ക് മുമ്പാണ് ലോക്സഭ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് സുധാകരൻ അറിയായിരുന്നല്ലോ നിയമസഭ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടെന്ന്, അടൂർ പ്രകാശൻ അറിയായിരുന്നല്ലോ നിയമസഭ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടെന്ന്. അന്ന് മത്സരിച്ചാൽ ഈ അധികം അവിടെ കേന്ദ്രത്തിൽ എന്തായാലും ഭരണം കിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നല്ലോ. അവിടത്തേക്ക് പോയിട്ട് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാകുന്ന ഇവർക്കറിയില്ലല്ലോ. അപ്പോൾ ഒന്ന് മാറി നിൽക്കായിരുന്നല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിന്നിരുന്നെങ്കിൽ
ഇപ്പോൾ സുഖമായിട്ട് സീറ്റ് കിട്ടില്ലേ? അപ്പോൾ അവർക്ക് ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ സീറ്റും വേണം, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ സീറ്റും വേണം തരുന്ന ആ ഒരു നിലപാട് അതിന് എന്നാലൊക്കെ എതിർക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അധികാരം അല്ലെങ്കിൽ സർക്കാരിന് മാറും അല്ലെങ്കിൽ അധികാരം ലഭിക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസം UDF ക്യാമ്പിലുണ്ട്. അതിനാണ് ഈ കളിക്കുന്നത്. ആ ഉറച്ച വിശ്വാസത്തിന്റെ പുറത്താണ് സുധാകരൻ ഈ വാശി പിടിക്കുന്നത്. കാരണം ചിലപ്പോൾ ലിജിൻ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ആഭ്യന്തര ഉൾപ്പെടെയുള്ള ഒരു മന്ത്രിമോഹമായിരിക്കും അദ്ദേഹത്തിന് മനസ്സിലാവും. തീർച്ചയായും അതിൽ കുറഞ്ഞൊന്നും ചോദിക്കില്ല. പക്ഷെ അപ്പോഴും അവിടെ കീറാമുട്ടായിട്ട് സതീശനായിരിക്കും ഓപ്പോസിറ്റ് ഉള്ളത്. അവരമ്മ വീണ്ടും അടുത്തൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന അത് ഈ പറഞ്ഞ പോലെ ജയിച്ചു വന്നാൽ ലഭിച്ചാൽ വലിയ അടി നടക്കാൻ വേണ്ടി പോകണം. നമുക്കറിയാം ഇപ്പൊ ഒരു സീറ്റിന് വേണ്ടി ഇത്രയും പ്രശ്നം നടക്കുവാണെങ്കിൽ 24 മണിക്കൂർ സ്ഥാനാർത്ഥി നിർണ്ണയിച്ചു പറഞ്ഞു. ഇതിനു മുമ്പ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്, സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഉപതെരഞ്ഞെടുപ്പ് വന്നു 24 മണിക്കൂർ സ്ഥാനാർത്ഥിച്ചു. ഉമ്മൻചാണ്ടി വരച്ചപ്പം ചാണ്ടി ഉമ്മനെ സ്ഥാനാർത്ഥിയൊക്കെയാണ് 24 മണിക്കൂറിൽ വരുന്നത്. PT തോമസ് പകരം ഉമ്മ തോമസിനെ നോക്കിയാണ് ഇത്രയിൽ പെട്ടെന്ന് വരുന്നത്. ആര്യാ ഷൗക്കത്തിനെ ഇവിടെ ആക്കിയതാണ് ഇത്രയിൽ സ്ഥാനം വരുന്നത്. അവിടെയും കൺഫ്യൂഷൻ ആയിരുന്നു അൻവറിന്റെ കേസിൽ. അല്ലാതെ ഇവർ ഈ പെട്ടെന്ന് തീരുമാനം എടുത്തതൊന്നും ഈ 5 വർഷക്കാലം നമ്മൾ കണ്ടിട്ടില്ല. ഇതിനിടയ്ക്ക് സതീശൻ വേറൊരു കാര്യം പറഞ്ഞിരുന്നു കേട്ടോ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായി ഇത്ര മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപനം നടത്തുന്നുണ്ടോ? പക്ഷേ ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ നടത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ സജീവമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് പറഞ്ഞ വാക്കിലാണ് കാരണം വെച്ചാൽ ഇപ്പം നിലവിൽ നമ്മളൊരു സ്ഥാനാർത്ഥിയെ മണ്ഡലത്തോട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തിലെ ഒരു സ്ഥിതി, ഒരു നിലവിലെ സാഹചര്യമൊക്കെ പഠിച്ച സ്ഥാനാർത്ഥിക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ ഓരോ ജാഥ കഴിഞ്ഞ് വരുമ്പോൾ ഓരോ മണ്ഡലം എത്തുമ്പം പിന്നെ പൊതുയാത്രയിൽ എത്തുമ്പോഴേ അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന പറഞ്ഞത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം അതിനുശേഷം അന്ന് ഈ സതീശനെതിരെയും UDFനെതിരെയും വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ 6 നേതാക്കൾ ഇപ്പം കോൺഗ്രസിന് സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ, തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ, കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി, സുരേഷ് മലമ്പുഴയിൽ, പിന്നെ ഇപ്പോൾ PK ശശിയുടെ പേരും പറയുന്നുണ്ട് സ്ഥാനാർത്ഥി കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ പട്ടികയിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ സുധാകരൻ, അമ്പലപ്പുഴയിൽ സുധാകരൻ, ഇവർക്കൊക്കെ പിന്തുണ ഇവരൊന്നും അന്ന് ഉണ്ടായവരില്ല. ഇപ്പം VVN പറഞ്ഞാലും അതുണ്ടല്ലോ, അത് ബേപ്പൂരിൽ കൊടുത്തിട്ടുണ്ട്, തൃണമൂൽ കോൺഗ്രസ് സീറ്റാണ്, അതൊക്കെയാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ ആൾക്കാരൊക്കെ വെച്ചിട്ട് ഇപ്പോഴാണ് വന്നത്. ഇതൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഒരു ഓളമുണ്ടാക്കി പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി നോക്കി അതിന്റെ കടക്കിലാണ് കൊണ്ടുപോയി അടൂർ പ്രകാശ് K സുധാകരൻ കത്തിവെച്ചത്. അതാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. സത്യത്തിൽ ഇപ്പൊ വിസ്മയമായിട്ട് നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിലാണ്. കാരണം ഒരു വിസ്മയത്തിന്റെ അപ്പുറത്തോട്ടൊന്നും എത്താൻ പറ്റുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എല്ലാവരും തുമ്പത്താണുള്ളത്. കാരണം വെച്ചാൽ ഹൈക്കമാൻഡിനെ പോലും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഹൈക്കമാൻഡിനെ പോലും പ്രതിസന്ധിയിലാക്കി നിർത്തി. അടൂർ പ്രകാശ് മാത്രമാണെങ്കിൽ അങ്ങ് കളഞ്ഞു. ഇപ്പം പറഞ്ഞല്ലോ MK രാഘവന്റെ കേസ് പറഞ്ഞല്ലോ, എലത്തൂർ സീറ്റ് ഇതുപോലെ തന്നെയാണ്. അത് പിന്നെ LDFന്റെ കേസിലാണ്. അതും അദ്ദേഹം പറയുന്നത് തന്റെ മണ്ഡലത്തിനിടയിൽ എനിക്ക് സ്വാധീനമുള്ളതാണെന്നാണ്. പരീക്ഷിക്കാമായിരുന്നു. പക്ഷെ അവിടെ വേറെ സ്ഥാനത്ത് പ്രഖ്യാപിച്ചു. കോന്നിയിലും പ്രഖ്യാപിച്ചത് ഇതുപോലെ തന്നെ. പക്ഷേ കണ്ണൂരിൽ വരുമ്പോൾ ഈ കണ്ണൂർ KPC പ്രസിഡന്റ് ഉൾപ്പെടെ കണ്ണൂരിലെ മറ്റു സീറ്റുകളെയും ബാധിക്കുന്ന ഉറപ്പാണ്. സുധാകരൻ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം പത്രിക കൊടുക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ ഒരു ഓളം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ വലിയ തിരിച്ചടിയാവും. ഇനി അദ്ദേഹം മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇപ്പം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഒരു സർട്ടിഫിക്കറ്റ് അത് എല്ലാം റെഡി ആയി നിൽക്കുവാണ്. അത് അടൂർ പ്രകാശം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത് വലിയ തിരിച്ചടിയാവും. അതുകൊണ്ടാണ് ഈ സുധാകരന്റെ ട്രാപ്പിൽ അവിടെയാണ് പോയിട്ട് ഹൈക്കമാൻഡും പെട്ടിരിക്കുന്നത്, ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു പുതിയ ആൾക്കാർക്കാണ് സീറ്റ് കൊടുക്കേണ്ടത്. അതിൽ യാതൊരു സംശയവും വരുന്നില്ല. ആ സീറ്റ് കൊടുത്തിട്ട് അങ്ങനെ പിന്നെ പുതുതലമുറ യുവത്വത്തിന് കൊടുക്കണം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കണം. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരാൾ മത്സരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുമ്പോഴും ഇവർ ഭരണമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ, ഭരണം പിടിക്കാൻ മാക്സിമം സീറ്റാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ, ഈ മറ്റേ LDFന്റെ സിറ്റിംഗ് സീറ്റുകളിലേക്ക് ജയസായത് ഉറപ്പാണ്. സിറ്റിംഗ് സീറ്റുകൾ തന്നെ നമ്മളെ പരീക്ഷയ്ക്ക് നമ്മൾ ജയിക്കാമെന്ന് പറഞ്ഞ 2 നേതാക്കളെ അങ്ങനെ കണ്ണടച്ച് തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഈ പറഞ്ഞ പോലെ മറ്റു ലക്ഷ്യങ്ങൾ കൊണ്ടാണ് ഈ നേതൃത്വം ഇങ്ങനെ തപ്പിക്കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്.